മറ്റൊരു മഴ വിവരം കൂടി അറിയണം. അങ്ങറ്റത്തേക്ക് പോകണം, കാസർഗോട്ടേക്ക്, വടക്കേ അറ്റത്തേക്ക് നമുക്കൊന്ന് പോകണം. അവിടെ എന്താണ് സ്ഥിതി എന്നറിയണം. ചേതൻ ചേരുകയാണ്. ചേതൻ, എന്താണ് കാസർഗോട്ടെ സാഹചര്യം? മഴയുണ്ടോ? ഇന്നത്തെ അലർട്ട് ഏതാണ്? എന്തായിരുന്നു രാത്രിയിൽ സ്ഥിതി? ഇന്നലെ വൈകിട്ട് ആരംഭിച്ച മഴ ഇപ്പോഴും ശക്തമായി പെയ്യുന്നു എന്നാണ് നമുക്ക് കാസർഗോഡ് ജില്ലയെ അതുപോലെ തന്നെ കാസർഗോഡ് നഗരത്തെ കുറിച്ചുള്ള മഴയെക്കുറിച്ചും നമുക്ക് പറയാൻ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും കാസർഗോഡ് ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചത്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലാ ഭരണകൂടം പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളൊന്നും മാറ്റമില്ല. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ കോറികൾ ഇന്നും നാളെയും പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം പുറപ്പെടുവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ബീച്ചുകളിലേക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ പ്രവേശനം അനുവദിക്കില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ജാഗ്രതാ നിർദ്ദേശം എന്നോണം ഈ രാത്രികാല ഈ മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകളൊക്കെ ഒഴിവാക്കണമെന്ന് കർശന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം പുറപ്പെടുവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അപകട സാധ്യതയുള്ള മേഖലകളിലൊക്കെ ഈ NDRFന്റെ 26 അംഗ സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നീലേശ്വരം നഗരസഭയിലെ ചാത്തമത്ത് അതുപോലെ തന്നെ പാലായി മേഖല ഉൾപ്പെടെ ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഈ ചെറുവത്തൂർ, വീരമലക്കുന്ന്, മട്ടലായി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ NDRFന്റെ സംഘം ചെന്നൈയിൽ നിന്നെത്തിയ ആർക്കോണം 4-ാം യൂണിറ്റിന്റെ സന്ദർശനം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ദേശീയപാത 66 നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ കുന്നിടിച്ചതിനെ തുടർന്ന് അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഡ്രോൺ പരിശോധന നടത്തുവാനും ഈ ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ വീരമലക്കുന്ന്, മട്ടലായി കുന്ന്, ബെവിഞ്ച ഭാഗങ്ങളിലൊക്കെ ഡ്രോൺ പരിശോധന നടത്തുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ ഈ മഞ്ചേശ്വരം, ഉദ്യാവരം, ബദിയുടുക്ക മേഖലയിലൊക്കെ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം അത്ര മഴക്കെടുതികളൊന്നും ഇല്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ നിമിഷം വരെ ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നുണ്ട്. എന്നാൽ KSE ജീവനക്കാർ കൃത്യമായി ഇടപെട്ട് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്ന കാഴ്ചയുമുണ്ട്. ഏതായാലും ചേതൻ, ആശ്വാസകരമായ കാര്യങ്ങൾ തന്നെയാണ് കേൾക്കുന്നത്. മഴ കുറഞ്ഞു നിൽക്കുന്നു എന്നത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ ജാഗ്രത വളരെയധികം പാലിക്കണം. അത് തുടർന്നു കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ചിലയിടങ്ങളിൽ മഴ പെയ്യുമ്പോൾ ചിലയിടങ്ങളിൽ മഴ മാറി നിൽക്കുന്നു. അതാണ് ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ കാണാൻ പറ്റുന്നത്.